ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഡാസ്ലറിൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് ബ്രാൻഡ്, നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിയാൽ മതി. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിയത് കേട്ടോ. അപ്പം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഈസി ടു ബ്ലെൻഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ മൊത്തം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡോട്ടായിട്ട് ഞാൻ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൺമഷി ഞാൻ ഇതിൻ്റെ മുമ്പേ ഇട്ട് കൊടുത്തതും കൊണ്ട് അത് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക്കാണ്. ആ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിവിടെ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് മാറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ബ്ലെൻഡ് ചെയ്ത് അവസാനം എൻ്റെ കൈ വെച്ച് തന്നെ ഞാനൊന്ന് തേച്ച് മിനുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര കളറായിരുന്നു. അങ്ങനെ കുറച്ച് എങ്ങനെയൊക്കെ ഞാൻ പോക്കി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലായിട്ടൊരു എന്താ ബ്ലഷ് ഇട്ടിട്ടുള്ള ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ മൂക്കിലിട്ടിട്ടുണ്ടായിരുന്നു. മൂക്കിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി കേട്ടോ. ഭയങ്കര ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ലിപ്സ്റ്റിക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ബ്ലഷ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുമല്ലോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ തന്നെ കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് ടച്ചപ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മളെ ഫൗണ്ടേഷൻ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്ലഷും കൂടി ഒന്ന് ബ്ലെൻഡായി അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊന്ന് കവർ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ മേക്കപ്പാണ്. അപ്പോൾ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൺസീലർ എടുത്തിട്ടുണ്ട്. കൺസീലർ ചെറുതായിട്ടൊന്ന് കണ്ണിൻ്റെ മേലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഐഷാഡോ അവിടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐഷാഡോയ്ക്ക് പകരം ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയോ, ലിപ്സ്റ്റിക്കാണ്. അത് നമ്മളെ DLC 025 ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കിനെ ഞാനൊന്ന് ജസ്റ്റ് എൻ്റെ മേളിങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറേ കൂടിയും കുറഞ്ഞും പോയിട്ടോ. ഈ കണ്ണിൽ കൂടി ഇപ്പുറത്തെ കണ്ണിൽ കുറയും. അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിൽ കുറച്ച് സമയം എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലൊരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഈ പാലറ്റ് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല, അതിലിട്ട് പേരും കാണുന്നില്ല, എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്ത് ഞാൻ കണ്ണിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐലൈനർ ഇടുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ണിൽ ഞാൻ മസ്കാര ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ആ മസ്കാര ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര, പിന്നെ എനിക്ക് കണ്ണൊക്കെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ട്, എന്തോ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ മസ്കാര ഞാൻ എന്താക്കി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കണ്ണ് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലും വാല് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ താഴെ എഴുതുന്നില്ല, മേലെ മാത്രം, അതും പകുതിക്കുന്ന മാത്രം കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത്. എനിക്കിപ്പോൾ കണ്ണങ്ങനെ ഭയങ്കരമായിട്ട് എഴുതുന്നൊന്നും അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും ട്രഡീഷണൽ ലുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെ രണ്ട് സൈഡിൽ ഒരു വാലൊക്കെ ഇട്ടിട്ടാണ് പോവാറ് കേട്ടോ. ചിലപ്പോൾ അതും ഇടാറില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചുണ്ടിൻ്റെ അതേ ഒരു ഷേപ്പിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് മുടി കെട്ടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഒന്ന് വെറൈറ്റി ആയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടിയൊക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് പിരിച്ച് ബാക്കിലേക്ക് ഒരു ടിക്കൊക്കെ വെച്ച് സെക്യൂർ ചെയ്യുക. അതിനുശേഷം ബാക്കത്തെ എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ഒരു പോണിറ്റൈൽ പോലെ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള സാധനമല്ലേ കല്യാണ പെണ്ണിനൊക്കെ വെക്കുന്നത്, ആ സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഈ ഒരു സ്പോഞ്ച് പോലത്തെ. അതങ്ങോട്ട് വെച്ചു കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ മുടിയെല്ലാം അതിൻ്റെ മേൽക്കൂടെ വെച്ചിട്ട് അത് മറിച്ച് വെക്കുക കേട്ടോ. എന്നിട്ടൊരു എന്താ പറയുക വടയോ ആ ഒരു സംഭവം ഇതുപോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ മേളിൽ മുല്ലപ്പൂ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഫേക്ക് മുല്ലയാണ് കേട്ടോ.
അപ്പോൾ ഈ പ്ലാസ്റ്റിക് മുല്ല നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ വേറെ ആരില്ലാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 മുടി മുമ്പിലും കൂടി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ട് സാരി ഉടുക്കലാണ് കേട്ടോ. ഇത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. എന്നാലും ഞാൻ മുമ്പേ പഠിച്ചു വെച്ചത് കൊണ്ട് നന്നായിട്ടോ. കാരണം എനിക്ക് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഉടുക്കാൻ എനിക്കറിയാം കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലീറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മളെ കോളേജിലെ ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വാങ്ങിയത്. അതായത് ഓണം സെലിബ്രേഷൻ അല്ലേ, അതിന് വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ. ഇത് ഭയങ്കര എന്താ പറയുക, ഈ ഒരു സിൽക്ക് പോലത്തെ ഒരു തുണിയാണ് കേട്ടോ. പിന്നെ ഇത് വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല, ഡിസൈനും കാര്യങ്ങളും ഇല്ല, വെറും പ്ലെയിൻ ആയിട്ട് വരുന്നൊരു സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറും വന്നിട്ട് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സാരി എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒറ്റപ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ. ഞാനധികം പ്ലീറ്റ് എടുത്തിട്ട് അങ്ങനെ ഇടാറാണ് പതിവ് കേട്ടോ. അങ്ങനെ ബേക്കിൽ ഇതാ നമ്മൾ ബോസിൻ്റെ വള്ളിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അതൊക്കെ വെച്ച് കെട്ടിട്ടോ. ബേക്ക് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, കണ്ടപ്പോൾ മുടി ഇങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മുടി കെട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ കമ്മലിട്ടിട്ട് ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ജുംക്ക മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളയും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വളയൊന്നും എനിക്കങ്ങനെ ഇല്ല, ഞാനങ്ങനെ ആദ്യം പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാനങ്ങനെ വളയൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്ക് ഇതൊക്കെ തന്നെ മതി കേട്ടോ. നമ്മൾ ആരെങ്കിലും ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരുങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.